എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ നാം വളർത്തുന്ന ഓരോ ചെടിക്കും ഒരു പ്രത്യേക അർത്ഥമുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില ചെടികൾ വെറും അലങ്കാരത്തിനായി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഊർജത്തെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ളവയാണെന്ന് പഴമക്കാർ വിശ്വസിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് കറ്റാർ വാഴ അഥവാ ആലോവേര. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണയായി എല്ലാവർക്കും അറിയാവുന്ന ഒരു ഔഷധ ചെടിയായ കറ്റാർ വാഴ എങ്ങനെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും കൊണ്ടുവരാൻ സഹായിക്കുന്നു എന്നതാണ്. ഇതൊരു വിശ്വാസം മാത്രമല്ല, പലർക്കും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യവുമാണ്. നമ്മുടെ പൂർവികർ വീടുകൾക്ക് ചുറ്റും ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ വെറും ഭംഗി മാത്രമല്ല നോക്കിയിരുന്നത്. അവർ ശ്രദ്ധിച്ചിരുന്നത് ആ ചെടിയുടെ സ്പന്ദനമാണ്, അതിൻ്റെ ഊർജമാണ്. അതുകൊണ്ട് തന്നെ തുളസി, കറ്റാർവാഴ പോലുള്ള ചെടികൾക്ക് ഒരു ദൈവിക സ്ഥാനം നൽകപ്പെട്ടിരുന്നു. ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, ഇതെല്ലാം ഒരു തരത്തിൽ നെഗറ്റീവ് എനർജിയുടെ ഫലമായാണ് പലരും കാണുന്നത്. ഈ സാഹചര്യത്തിലാണ് കറ്റാർവാഴ പോലുള്ള ഒരു ചെടിയുടെ പ്രാധാന്യം കൂടുതൽ ഉയരുന്നത്. കറ്റാർവാഴ വീട്ടിൽ വളർത്തുന്നത് വെറുമൊരു ട്രെൻഡല്ല, അതിന് പിന്നിൽ ഒരു ശക്തമായ ആത്മീയതയും ശാസ്ത്രീയതയും ഒളിഞ്ഞിരിക്കുന്നു. ഈ ചെടി നമ്മുടെ വീട്ടിലെ വായുവിനെ ശുദ്ധീകരിക്കുന്നതിൽ മാത്രമല്ല, ഒരു സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നു. ഒരു വീട്ടിൽ കറ്റാർവാഴ പുഷ്ടിയായി വളരുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു നല്ല ഊർജ പ്രവാഹം ഉണ്ടെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഈ ചെടി മുരടിച്ചോ ഉണങ്ങിയോ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ വീട്ടിലെ ചില നെഗറ്റീവ് സാഹചര്യങ്ങളുടെ സൂചനയായും കാണാറുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ചെടികളോടുള്ള നമ്മുടെ സമീപനം. ഒരു ചെടിയെ നട്ടുപിടിപ്പിച്ച് അത് സ്വാഭാവികമായി വളരട്ടെ എന്ന് വിടുന്നത് മാത്രം പോരാ. അതിന് നൽകുന്ന പരിചരണവും സ്നേഹവും ശ്രദ്ധയും അതിൻ്റെ വളർച്ചയിലും അതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഫലങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്നു. കറ്റാർവാഴയുടെ കാര്യത്തിലും ഇത് തന്നെ ബാധകമാണ്. ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. ഇപ്പോൾ നമുക്ക് കറ്റാർവാഴയുടെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. കറ്റാർവാഴ ഒരു ശക്തമായ പോസിറ്റീവ് എനർജി സൃഷ്ടിക്കുന്ന ചെടിയാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ഭാരവും അസ്വസ്ഥതയും അനുഭവപ്പെടാറുണ്ട് ചില സമയങ്ങളിൽ. അതിന് കാരണമാകുന്നത് പലപ്പോഴും നെഗറ്റീവ് ഊർജത്തിൻ്റെ സാന്നിധ്യമാണ്. കറ്റാർവാഴ ഈ നെഗറ്റീവ് ഊർജത്തെ ആഗിരണം ചെയ്ത് ഒരു സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പലരും വീടിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ഇത് വയ്ക്കാൻ നിർദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ കറ്റാർവാഴ വായു ശുദ്ധീകരണത്തിൽ വളരെ മികച്ച ഒരു ചെടിയാണ്. ഇന്നത്തെ കാലത്ത് വീടിനകത്തെ വായു പോലും മലിനമാകുന്ന സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രകൃതിദത്തമായ ഒരു എയർ പ്യൂരിഫയറായി കറ്റാർവാഴ പ്രവർത്തിക്കുന്നു. ഇത് നമ്മുടെ ആരോഗ്യത്തിനും മാനസികാവസ്ഥയ്ക്കും വലിയ ഗുണം ചെയ്യുന്നു. ഒരു ശുദ്ധമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ ചിന്തകളും കൂടുതൽ വ്യക്തമായും പോസിറ്റീവായും മാറും. ഇതിനു പുറമെ പലരും വിശ്വസിക്കുന്നത് കറ്റാർവാഴ വീട്ടിൽ വളർത്തുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കുന്നു എന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായ തടസ്സങ്ങൾ, കുട്ടികളുടെ പഠനത്തിലെ ശ്രദ്ധക്കുറവ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള വീടുകളിൽ കറ്റാർവാഴ വളർത്തിയതിനു ശേഷം കാര്യങ്ങൾ മെച്ചപ്പെട്ടതായി പലരും പറയാറുണ്ട്. ഇതൊരു അത്ഭുതമെന്നോ ഒരു യാദൃശ്ചികതയെന്നോ കാണാമെങ്കിലും വിശ്വാസത്തിൻ്റെ ശക്തിയും പോസിറ്റീവ് എനർജിയുടെ സ്വാധീനവും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് കറ്റാർവാഴയുടെ പരിപാലനത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കാം. ഒരു ചെടിയുടെ വളർച്ച അതിൻ്റെ പരിപാലനത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. കറ്റാർവാഴ ഒരു ലളിതമായ ചെടിയാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കൂടുതൽ പുഷ്ടിയായി വളരും. ഈ ചെടിക്ക് അധികം വെള്ളം ആവശ്യമില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് ദിവസവും വെള്ളം ഒഴിക്കുക എന്നത്. എന്നാൽ കറ്റാർവാഴയ്ക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം വെള്ളം കൊടുത്താൽ മതിയാകും. അതിലധികം വെള്ളം കൊടുത്താൽ അതിൻ്റെ വേരുകൾ നശിക്കാനും അതുപോലെ തന്നെ ചെടി നശിക്കാനും സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ ചെടിയുടെ ചുറ്റുപാടുകളും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. കളകളും പുല്ലുകളും വളരാൻ അനുവദിക്കരുത്. ഇത് വെറും ഒരു ശുചിത്വ കാര്യമായി മാത്രമല്ല, ഒരു ഊർജ കാര്യമായും കാണപ്പെടുന്നു. അഴുക്കുള്ള ഇടങ്ങളിൽ നെഗറ്റീവ് എനർജി കൂടുതലായിരിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കറ്റാർവാഴയുടെ ചുവട്ടിൽ അഴുക്കുവെള്ളം ഒഴിക്കുന്നതും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതും ഒഴിവാക്കണം. കറ്റാർവാഴയുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ വിശ്വാസമാണ് അതിൻ്റെ ചട്ടിയിൽ തനിയെ ഒരു തുളസിത്തൈ വളരുന്നത്. ഇത് വളരെ മഹാഭാഗ്യത്തിൻ്റെ അടയാളമായി കരുതപ്പെടുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ അത് മറ്റുള്ളവരോട് പറയാതെ മനസ്സിൽ സൂക്ഷിച്ച് ആ ഭാഗ്യം അനുഭവിക്കണമെന്നാണ് പറയുന്നത്. ഇതൊരു വിശ്വാസം മാത്രമാണെങ്കിലും നമ്മുടെ സംസ്കാരത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവയെല്ലാം കേൾക്കുമ്പോൾ കറ്റാർവാഴ ഒരു സാധാരണ ചെടിയല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ശക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഈ മാറ്റങ്ങൾ അനുഭവിക്കാൻ നമ്മൾ അതിനെ ശരിയായ രീതിയിൽ പരിപാലിക്കുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് കറ്റാർവാഴയുടെ സ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഒരു ചെടി എവിടെ വയ്ക്കുന്നു എന്നതുപോലും അതിൻ്റെ ഊർജത്തെ സ്വാധീനിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വീട്ടിലെ പ്രധാന വാതിൽ എന്നത് ഒരു സാധാരണ പ്രവേശന കവാടം മാത്രമല്ല, അതൊരു ഊർജ പ്രവേശന കേന്ദ്രമാണ്. ആ വാതിലിലൂടെ തന്നെ പുറത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള സ്പന്ദനങ്ങളും പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് നാം എന്താണ് വയ്ക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കറ്റാർവാഴയെ പ്രധാന വാതിലിൻ്റെ ഇരുവശങ്ങളിലും ഒരുപോലുള്ള ചട്ടികളിൽ നട്ടുവയ്ക്കുക എന്നത് ഈ ഊർജത്തെ ബാലൻസ് ചെയ്യാനുള്ള ഒരു മാർഗമായി കണക്കാക്കപ്പെടുന്നു. ഒരേപോലുള്ള 2 ചട്ടികൾ ഉപയോഗിക്കുന്നത് സമതുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു. അത് ജീവിതത്തിലും ഒരു സ്ഥിരതയും സമാധാനവും ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചെടികളുടെ ഉയരവും ആരോഗ്യവും. നിങ്ങൾ വച്ചിരിക്കുന്ന കറ്റാർവാഴ പുഷ്ടിയായി വളരുമ്പോൾ അതൊരു സൂചനയായി പലരും കാണുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ശരിയായ ദിശയിൽ പോകുന്നു എന്നൊരു സൂചന. അതേസമയം ചെടി മുരടിക്കുകയോ ഇലകൾ മഞ്ഞ നിറമാവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി കാണാം. ചിലപ്പോൾ അത് ചെടിയുടെ പരിപാലനത്തിലെ പിഴവായിരിക്കാം, ചിലപ്പോൾ അത് നമ്മുടെ ചുറ്റുപാടിലുള്ള ഊർജത്തിലെ മാറ്റത്തിന്റെ പ്രതിഫലനമായിരിക്കാം. അതിനാൽ ചെടിയുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ നിരീക്ഷിക്കുന്നത് പോലെ തന്നെയാണ്. കറ്റാർവാഴ പൂക്കുന്നത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. പലർക്കും ജീവിതത്തിൽ ഒരിക്കലും അത് കാണാൻ സാധിക്കാതെ പോകും. എന്നാൽ അത് പൂക്കുന്നത് കണ്ടാൽ അത് വലിയൊരു സൂചന, അതായത് ഭാഗ്യത്തിന്റെ സൂചനയായി കരുതപ്പെടുന്നു. ചിലർ വിശ്വസിക്കുന്നത് അത് ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് എന്നതാണ്. സാമ്പത്തികമായ പുരോഗതിയോ മനസ്സിലെ സമാധാനമോ അല്ലെങ്കിൽ ഒരു വലിയ അവസരമോ എന്തെങ്കിലും നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു സൂചനയായി ഇത് കരുതപ്പെടുന്നു. ഈ വിശ്വാസങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടവയല്ലെങ്കിലും മനുഷ്യന്റെ മനസ്സിനൊരു പോസിറ്റീവ് പ്രതീക്ഷ നൽകുന്നതിൽ ഇവയ്ക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ നമുക്കൊരു ചെറിയ കാര്യത്തെക്കുറിച്ച് കൂടി ചിന്തിക്കാം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കറ്റാർവാഴ വീട്ടിനകത്തോ പുറത്തോ വയ്ക്കണമോ എന്നത്. സാധാരണയായി നല്ല വെളിച്ചം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചെടിക്ക് അനുയോജ്യം. വീടിന്റെ പുറത്തോ ബാൽക്കണിയിലോ അല്ലെങ്കിൽ ജനലിനരികിലോ വയ്ക്കാം. എന്നാൽ പ്രധാന വാതിലിനരികിൽ വയ്ക്കുന്നത് കൂടുതൽ ഗുണകരമാണെന്നാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ ഈ ചെടിയെ അടുക്കളയിലോ ബാത്റൂമിലോ വയ്ക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ആ ഇടങ്ങളിൽ ഊർജത്തിന്റെ സ്വഭാവം വ്യത്യസ്തമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ചെടികൾ വെറും അലങ്കാര വസ്തുക്കളല്ല, അവയ്ക്ക് ജീവനുണ്ട്. അവ നമ്മളോട് പ്രതികരിക്കുന്നു. നിങ്ങളൊരു ചെടിയോട് സംസാരിച്ചിട്ടുണ്ടോ? കേൾക്കാൻ വിചിത്രമായി തോന്നാമെങ്കിലും പലരും പറയുന്നത് ചെടികളോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അവ കൂടുതൽ നല്ല രീതിയിൽ വളരുന്നു എന്നാണ്. ഇത് ശാസ്ത്രീയമായും ഭാഗികമായി ശരിയാണ്. കാരണം നമ്മുടെ ശബ്ദത്തിലെ വൈബ്രേഷൻ പോലും അവയെ സ്വാധീനിക്കാൻ കഴിയും. കറ്റാർവാഴയുടെ ഔഷധ ഗുണങ്ങളും ഇവിടെ പരാമർശിക്കാതെ പോകാൻ പാടില്ല. ചെറിയ പൊള്ളലുകൾ, ചർമ്മ പ്രശ്നങ്ങൾ, മുടി സംരക്ഷണം, ഇതെല്ലാം കറ്റാർവാഴയുടെ ജെല്ലുപയോഗിച്ച് നമുക്ക് പരിഹരിക്കാം. അതായത് ഈ ചെടി ഒരു ആത്മീയ ഗുണം മാത്രമല്ല, ഒരു പ്രായോഗിക ഗുണവും നമുക്ക് നൽകുന്നു. വീട്ടിൽ തന്നെ ഒരു ചെറിയ ഔഷധശാല പോലെ ഇത് പ്രവർത്തിക്കുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. നിങ്ങൾ കറ്റാർവാഴയെ വെറും ഒരു ചെടിയായി മാത്രം കാണുന്നുവെങ്കിൽ അത് അത്രത്തോളം മാത്രമേ നിങ്ങളെ സ്വാധീനിക്കൂ. എന്നാൽ നിങ്ങൾ
അതൊരു പോസിറ്റീവ് ഊർജത്തിന്റെ ഉറവിടമായി കാണുന്നുവെങ്കിൽ അതിന്റെ ഫലവും അതനുസരിച്ചായിരിക്കും. വിശ്വാസവും ശ്രമവും ശരിയായ പ്രവർത്തനവും ഒന്നിച്ചു വന്നാൽ മാത്രമേ ഒരു മാറ്റം സംഭവിക്കൂ. കറ്റാർവാഴയുടെ ഗുണഗണങ്ങളെല്ലാം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഓരോ സുപ്രഭാതങ്ങളിലും നിങ്ങൾ കറ്റാർവാഴ ചെടി നിരീക്ഷിക്കുക. അതായത് കറ്റാർവാഴ ചെടിച്ചട്ടിയിൽ നിങ്ങൾ നടാതെ ഒരു സുപ്രഭാതത്തിൽ തനിയെ ഒരു തുളസിത്തൈ പൊടിച്ചു വന്നെങ്കിൽ അത് വലിയൊരു മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. സാമ്പത്തിക യോഗമോ അല്ലെങ്കിൽ വലിയൊരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നതിൻ്റെ സൂചന. അത് നിങ്ങൾ മറക്കാതിരിക്കുക. അതിനാൽ കറ്റാർവാഴ വീട്ടിൽ വളർത്തുന്നത് ഒരു ചെറിയ കാര്യമെന്ന് തോന്നാമെങ്കിലും അതിന് പിന്നിൽ വലിയൊരു അർത്ഥമുണ്ട്. അത് വെറുമൊരു ചെടിയല്ല, ഒരു പോസിറ്റീവ് ഊർജത്തിന്റെ പ്രതീകമാണ്. ശരിയായ രീതിയിൽ അത് പരിപാലിക്കുകയും വൃത്തിയായി സൂക്ഷിക്കുകയും ശരിയായ സ്ഥാനത്ത് വയ്ക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ വീട്ടിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും. എന്നാൽ അതിനൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ചിന്തകളും നല്ല പ്രവൃത്തികളും നിലനിർത്തണം എന്നതും അത്ര തന്നെ പ്രധാനമാണ്. ഓരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഈ ചെറിയ കറ്റാർവാഴ ചെടിയും. നിങ്ങൾ ഇന്ന് തന്നെ ഒരു കറ്റാർവാഴ നട്ടു വളർത്താൻ തുടങ്ങും. അത് വെറുമൊരു ചെടിയല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പോസിറ്റീവ് തുടക്കമായിരിക്കും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും സമൃദ്ധിയും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.